ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു. ഇടതുപക്ഷം ആടിയുലഞ്ഞപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷം മേൽക്കൈ നേടിയിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP-യാണ്. അതിന് കാരണം മറ്റാരുമല്ല, ആര്യ രാജേന്ദ്രൻ എന്ന മേയർ കാട്ടിക്കൂട്ടിയ വികൃതികളാണ്. ആര്യ രാജേന്ദ്രൻ്റെ ഭരണം ദുസ്സഹമായിരുന്നു ജനങ്ങൾക്ക്. അതിൽ ജനങ്ങൾ പ്രതികരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ആര്യ രാജേന്ദ്രനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് CPM. ഇന്നലെ നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ MV ഗോവിന്ദൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. ആര്യ രാജേന്ദ്രൻ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ആര്യ രാജേന്ദ്രനെതിരെ ജില്ലാ കമ്മിറ്റി അംഗം SP ദീപക്കും BK പ്രശാന്തും ശക്തമായ ആരോപണമാണ് ഉന്നയിച്ചത്. ആര്യ രാജേന്ദ്രൻ്റെ കെടുകാര്യസ്ഥതയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തോൽക്കാൻ കാരണമെന്ന് ഇരുവരും ശക്തമായി തന്നെ പറഞ്ഞു. MV ഗോവിന്ദൻ മാസ്റ്റർക്ക് മറുപടിയില്ലാതായി മാറി. ആര്യ രാജേന്ദ്രൻ ബസ് കണ്ടക്ടർ യദുവുമായി ഉണ്ടാക്കിയ പ്രശ്നമൊക്കെ ജനങ്ങളെ സ്വാധീനിച്ചുവെന്നും ആ പ്രശ്നങ്ങളൊക്കെ നെഗറ്റീവായി മാറിയെന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായം ഉണ്ടായി. ഇത്തവണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തിയാണ് CPM കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നെങ്കിൽ പണി കൂടുതൽ കിട്ടുമായിരുന്നു CPM-ന്. ഇത് മനസ്സിലാക്കി CPM നേതാക്കൾ ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തുകയായിരുന്നു. ആര്യ രാജേന്ദ്രൻ മേയറായ ശേഷം കോർപ്പറേഷനിൽ കെടുകാര്യസ്ഥതയുടെ വിളയാട്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മേയർ എന്ന നിലയിലുള്ള അഹങ്കാരം, മേയർ എന്ന നിലയിൽ സാധാരണക്കാരോട് കാണിക്കുന്ന ഹുങ്ക്, ഇതൊക്കെ ജനങ്ങൾ മറന്നില്ല. അതാണ് 5 വർഷത്തെ ആര്യ രാജേന്ദ്രൻ്റെ മേയർ പദവിയാണ് തിരുവനന്തപുരത്ത് CPM-നെ തകർത്തത്. ആര്യ രാജേന്ദ്രനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന വഞ്ചിയൂർ വാർഡ് കൗൺസിലർ ഗായത്രി ബാബു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി വന്നിരുന്നു. ഗായത്രി ബാബു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഗായത്രി ബാബുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ചർച്ചയാവുകയും ചെയ്തു. വമ്പന്മാരെ കാണാനാണ് ആര്യ രാജേന്ദ്രന് താല്പര്യമെന്നും വമ്പന്മാരെ കാണുമ്പോൾ മുട്ടിടിക്കുമെന്നും സാധാരണക്കാരോട് പുച്ഛമാണെന്നും ഗായത്രി ബാബു ഫേസ്ബുക്ക് കുറിപ്പിൽ തുറന്നെഴുതി. അത് വലിയ വിവാദമായി മാറിയിരുന്നു. ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ആര്യ രാജേന്ദ്രനെതിരെ വിമർശനം ഉയരുകയാണ്. ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് ഇറക്കാത്തത് ശ്രദ്ധേയമായിരുന്നു. ആര്യ രാജേന്ദ്രനെ പ്രചരണ രംഗത്ത് നിന്ന് CPM മാറ്റി നിർത്തി. കാരണം ആര്യ രാജേന്ദ്രൻ പ്രചരണ രംഗത്ത് ഇറങ്ങിയാൽ തോൽക്കുമെന്ന് ഉറപ്പായിരുന്നു CPM-ന്. എന്തായാലും ആര്യ ഇറങ്ങാത്തത് കൊണ്ട് 29 സീറ്റെങ്കിലും കിട്ടി, അല്ലെങ്കിൽ അതും കിട്ടില്ലായിരുന്നു CPM-ന്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനമുയർന്ന സാഹചര്യത്തിൽ ആര്യയുടെ രാഷ്ട്രീയ ഭാവിയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. മേയർ എന്ന നിലയിൽ 5 വർഷം ഭരിച്ചു മുടിച്ചു ആര്യ രാജേന്ദ്രൻ എന്ന് വേണമെങ്കിൽ പറയാം. ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിച്ചു എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ആര്യ രാജേന്ദ്രൻ്റെ പെരുമാറ്റമൊക്കെ പാർട്ടിക്ക് അതീതമായിരുന്നു. ഇതൊക്കെയാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന വിമർശനം. SP ദീപക്കും BK പ്രശാന്തും അടക്കമുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതോടുകൂടി MV ഗോവിന്ദൻ മാസ്റ്റർ ആര്യ രാജേന്ദ്രനെ പ്രതിരോധിക്കാൻ സാധാരണ പോലെ മുന്നോട്ട് വന്നില്ല. എന്തായാലും മേയറുടെ കെടുകാര്യസ്ഥതയാണ് തോൽവിക്ക് പിന്നിലെന്ന് CPM അംഗങ്ങൾ തന്നെ വാദിച്ചിരിക്കുന്നു. മേയർ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ കാട്ടിക്കൂട്ടിയ വികൃതികൾ CPM-നെ തോൽവിയുടെ അഗാധഗർത്തത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. എന്തായാലും ആര്യ രാജേന്ദ്രൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാത്തത് നന്നായി. ആര്യ രാജേന്ദ്രൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമായിരുന്നു. CPM ഭരണം അവസാനിച്ചിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ.
ഏത് പ്രതിസന്ധിയിലും ഇളകാതെ നിന്ന തിരുവനന്തപുരം കോർപ്പറേഷനാണ് CPM കൈവിട്ടിരിക്കുന്നത്.